ഹലോ മക്കളെ, നമ്മുടെ ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ആംഗിൾ കണ്ടെത്തുക. ഇതുപോലെ ഒരു ചോദ്യം തന്നിട്ട് അതിൽ നിന്നും കോൺ അളവുകൾ കണ്ടെത്താനുള്ള ചോദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കോഡ് ആൻഡ് ആർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്നും വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്? നമുക്ക് കേന്ദ്ര കോൺ 2h ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ചാപം അല്ലെങ്കിൽ പ്രധാന ചാപം മേജർ ആർക്കിൽ ഉണ്ടാവുന്ന ആംഗിൾ അതിൻ്റെ പകുതിയായിരിക്കും, എച്ച് ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ചെറിയ ചാപം അതല്ലെങ്കിൽ മൈനർ ആർക്കിൽ ഉണ്ടാവുന്ന ആംഗിൾ 180 മൈനസ് എച്ച് ഡിഗ്രി ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്, നമ്മൾ പുറത്ത് നിന്ന് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും രണ്ട് ടാൻജൻസ് നമ്മുടെ സർക്കിളിലേക്ക് വരച്ചു. ആ സർക്കിൾ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഒരു കോഡ് വരച്ചു. അതേപോലെ തന്നെ നമ്മൾ അവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദാ ഇവിടെ ഏത് ഡിഗ്രി ആണോ, ഏത് ആംഗിൾ ആണോ, ഇത് എച്ച് ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഈ കോഡ്, ഈ ഞാൻ നമ്മുടെ ടാൻജൻസുമായി തൊടുവരയുമായി ഉണ്ടാക്കുന്ന ആംഗിളും എന്ത് തന്നെയായിരിക്കും? എച്ച് ഡിഗ്രി തന്നെ ആയിരിക്കും. ഇവിടെ എന്താ വരിക? എച്ച് ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം എൻ്റെ കുട്ടികൾ എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഒരു ടാൻജന്റുമായി നമ്മുടെ റേഡിയസ് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾക്ക് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് പോകാം. P and PB are two tangents to the circle centered at O. Angle ACB equal to 105 degree. Find the angles given below. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓ കേന്ദ്രമായ വൃത്തത്തിലേക്കുള്ള രണ്ട് തൊടുവരകളാണ് പി എയും പി ബിയും. ആംഗിൾ എ സി ബി ഈക്വൽ ടു 105 ഡിഗ്രി ആണ് എങ്കിൽ 105 ഡിഗ്രി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന കോൺ അളവുകൾ കണക്കാക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന അളവുകളെല്ലാം ആദ്യം തന്നെ എഴുതുക. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് 105 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞു. ഇത് 105 ഡിഗ്രി ആണ് എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 105 ഡിഗ്രി ആയിരിക്കും അല്ലെ? 180 മൈനസ് 105 ഡിഗ്രി ആയിരിക്കും. അതായത് 75 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടി 75 ഡിഗ്രി. ഇനി ഇത് 75 ആണെങ്കിൽ കേന്ദ്രകോൺ എത്രയായിരിക്കും? നമുക്കറിയാം മേജർ ആർക്കിൽ ഉണ്ടാവുന്ന ആംഗിളിന്റെ ഡബിൾ ആണ് കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. സോ 75ന്റെ ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 150 ഡിഗ്രിയാണ് അല്ലെ? 150 ഡിഗ്രിയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് പറയാൻ സാധിക്കും? പിന്നെ നമുക്ക് എന്ത് പറയാം? ദാ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ദാ ഇതിലൂടെ നമ്മൾ ഒരു ലൈൻ അങ്ങ് വരച്ചു എയിലേക്ക്. ഇനി നിങ്ങൾ നോക്കുക, ദാ ഇവിടെ 75 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിളും 75 ഡിഗ്രി തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ആംഗിളും 75 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്കറിയാം ദാ ഒരു ടാൻജന്റും സർക്കിളിലും ഉണ്ടാവുന്ന ആംഗിൾസ് എന്താണ്? ഇവര് രണ്ടുപേരും ദാ ഈ പോയിന്റിലെ ആംഗിളും ഇവരും തമ്മിൽ എന്താണ് ബന്ധം? അവർ അനുപൂരകമാണ്, സപ്ലിമെന്ററി ആണ്. അപ്പോൾ ഇത് 150 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം അവർ സപ്ലിമെന്ററി ആണ്, അവരൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ഇനി നോക്കൂ, ഇനി ആംഗിൾ എ ഡി ബി ചോദിച്ചിട്ടുണ്ട്. എ ഡി ബി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? എ ഡി ബി ഏതാ? 75 ഡിഗ്രി അല്ലെ? 75 ഡിഗ്രി. ആംഗിൾ എ ഒ ബി, എ ഒ ബി എന്താ വരിക? എ ഒ ബി ദാ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 150 ഡിഗ്രി അല്ലെ? 150 ഡിഗ്രി. ഇനി ആംഗിൾ എ പി ബി, എ പി ബി കണ്ടെത്തിയില്ലേ? എ പി ബി എത്രയായിരുന്നു? 30 ഡിഗ്രി അല്ലെ? 30 ഡിഗ്രി. ഇനിയോ ആംഗിൾ എ ബി പി, ഏതാണ് ആംഗിൾ എ ബി പി? ആംഗിൾ എ ബി പി നമ്മൾ കണ്ടെത്തി, എ ബി പി കണ്ടെത്തിയിട്ടുണ്ട് 75 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ എൻ്റെ കുട്ടികള്? ആംഗിൾ എ ബി ഒ എന്താണ് വരിക എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ക്ലൂ മിസ് പറഞ്ഞു തരാം.
ദാ റേഡിയസും നമ്മുടെ ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ദാ ഈ ആംഗിൾ 75 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് ദാ ഈ ഒരു കുഞ്ഞ് ആംഗിൾ ആണ്. ഈ കുഞ്ഞ് ട്രയാങ്കിളിനുള്ളിൽ വരുന്ന ചെറിയ ആംഗിൾ ആണ്. അത് എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ SLC ചാനലിൽ എല്ലാ ദിവസവും നമുക്ക് ലൈവ് ഉണ്ടായിരിക്കും. അപ്പം കാണാൻ വേണ്ടി വിട്ടുപോകരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത്.